ഫോട്ടോഷൂട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിന് കുറച്ച് ലേറ്റായി പോയി. വലിയ സന്തോഷം. സുഭാഷ് ഏട്ടൻ പറഞ്ഞ പോലെ ഇത്രയും KCL എന്നുള്ളൊരു പ്ലാറ്റ്ഫോം എന്നുള്ളൊരു ഇവന്റ് ഇത്രയും വലിയൊരു ഇവന്റായിട്ട് നാട്ടിൽ മാറിയതിൽ വലിയ സന്തോഷം. പിന്നെ അതിൽ ഈ വർഷം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയതിലും അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി പോയി എൻ്റെ സൈഡിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റിയതിൽ വലിയ ഒരു എക്സൈറ്റ്മെന്റ് കാണുന്നു. കാരണം എൻ്റെ ഏറ്റവും വലിയൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഞാൻ കരുതുന്നതെന്ന് വെച്ചാൽ മാക്സിമം നമ്മുടെ കമ്മിറ്റ്മെന്റ്സ് കഴിഞ്ഞാൽ മാക്സിമം സമയം കേരള ക്രിക്കറ്റിനോടും കേരള ക്രിക്കറ്റേഴ്സിനോടും മാക്സിമം സമയം സ്പെൻഡ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനൊരു പ്ലാറ്റ്ഫോം ഒരുക്കി തന്നെ KCക്ക് വലിയ നന്ദി പറഞ്ഞിട്ട് സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ കഴിഞ്ഞ നമ്മളൊരു പ്രാക്ടീസ് മാച്ച് കളിച്ചപ്പോൾ തന്നെ കുറെ ഗ്രൗണ്ട് ഓൾമോസ്റ്റ് ഒരു 30-50% നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാട്ടുകാരുടെ അത്രയും സപ്പോർട്ട് ഈ ലീഗിനും ഈ ലീഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ ക്രിക്കറ്റേഴ്സിനും വലിയൊരു മോട്ടിവേഷൻ ആയിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ മാക്സിമം മാച്ചസ് കാണാൻ വരിക, മാക്സിമം പ്ലേയേഴ്സിനെ സപ്പോർട്ട് ചെയ്യുക, നല്ലൊരു എന്റർടൈൻമെന്റ് നമ്മൾ കാഴ്ചവെക്കുമെന്ന ഒരു വിശ്വാസമുണ്ട്. നമസ്കാരം എല്ലാവർക്കും. പ്രത്യേകിച്ചൊന്നുമില്ല, ഈ പറഞ്ഞത് തന്നെയാണ്. വളരെയധികം സന്തോഷമുണ്ട്. ഒരു റെസ്പോൺസിബിലിറ്റി ഏൽപ്പിച്ചിരിക്കുകയാണ് എന്നെ. അപ്പോൾ ഈ ടീമിനെ റെപ്രസെന്റ് ചെയ്ത് നല്ലൊരു ലീഡിങ് റോള്, ഈ നല്ലൊരു ടൂർണമെന്റും നല്ല പോസിറ്റീവ് ഒരു സ്റ്റാർട്ട് ആയിരിക്കട്ടെ എന്നൊരു പ്രാർത്ഥനയോടെ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എന്തായാലും കഴിഞ്ഞ സീസൺ KCL ഉഗ്രൻ ഒരു മികച്ച എക്സൈറ്റ്മെന്റോട് കൂടിയാണ് ഫിനിഷ് ചെയ്ത് നമുക്കറിയാം. പക്ഷെ ഈ സീസൺ തീർച്ചയായിട്ടും അതിനേക്കാളൊക്കെ മുകളിൽ ഒരുപാട് എക്സൈറ്റ്മെന്റോട് കൂടി തന്നെ ആയിരിക്കും തുടങ്ങാൻ പോകുന്നതും അവസാനിക്കാൻ പോകുന്നതും. നമ്മുടെ ഈ വർഷത്തെ ടീമിന്റെ കാര്യം എടുത്തു പറയുമ്പോൾ നമ്മുടെ ഓണർ സുഭാഷ് ജിയുടെ ഒരു ഏറ്റവും വലിയ ഡ്രീമായിരുന്നു സഞ്ജുവിനെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ടീമിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. കാരണം മറ്റൊന്നുമല്ല, നമുക്കറിയാം എത്രത്തോളം എക്സ്പീരിയൻസ് ആണ് സഞ്ജു ഈ KCL കളിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ കൊച്ചി ടീമിൽ വരുമ്പോൾ നമ്മുടെ പ്ലേയേഴ്സിനാണെങ്കിലും ബാക്കി കളിക്കുന്ന പ്ലേയേഴ്സിനാണെങ്കിലും എത്രത്തോളം എക്സ്പോഷറാണ് കിട്ടിയത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം ഒരു IPL ഫ്രാഞ്ചൈസി ഇത്രത്തോളം വർഷം കണ്ടിന്യൂസ് ആയിട്ട് ക്യാപ്റ്റൻ ചെയ്യാന്ന് പറയുന്നത്, നമ്മുടെ കേരളത്തിൽ നിന്നും ഒരു വ്യക്തി ക്യാപ്റ്റൻ ചെയ്യാന്ന് പറയുമ്പോൾ അത് ഒരിക്കലും ചെറിയൊരു കാര്യമല്ല. മാത്രമല്ല T20 1 ഡേ ഇന്ത്യക്ക് വേണ്ടി മാച്ചുകൾ അടിച്ച് ജയിപ്പിച്ച ഒരു രീതി. അപ്പോൾ തീർച്ചയായിട്ടും ഇറ്റ്സ് എ ബിഗ് തിങ് ഫോർ കേരള ക്രിക്കറ്റ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ്. കൂടാതെ ഇത്തവണ സാംസൺ ബ്രദേഴ്സ് അവരുടെ ആ ഒരു ബോണ്ടിങ്, കാരണം ഒരുപാട് നാൾ ഒരുമിച്ച് ക്രിക്കറ്റ് കളിച്ച് വളർന്നു. അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ തീർച്ചയായിട്ടും കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് കിട്ടുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വലിയൊരു ഭാഗ്യം തന്നെയാണ്. ഓൾറെഡി നമ്മുടെ കടുവക്കുട്ടികൾ, നമ്മുടെ ടീംമേറ്റ്സും ടീം മെമ്പേഴ്സും എല്ലാവരും വളരെയധികം എക്സൈറ്റഡ് ആണ് ഈ ടൂർണമെന്റിൽ കളിക്കാൻ. എല്ലാവരുടെയും ഒരു ആഗ്രഹം തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ടൂർണമെന്റ് വരുമ്പോൾ അതിന്റെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ ടീമിന്റെയും ഗ്ലോറിയിലേക്ക് പോകാന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഗോളും അത് തന്നെയാണ്. അതിനുവേണ്ട പ്രോസസ്സൊക്കെ നമ്മൾ ആ ഒരു ഓപ്ഷൻ കഴിഞ്ഞ് അപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഓപ്ഷന് മുമ്പും കൃത്യമായിട്ട് വളരെയധികം പ്രിപ്പറേഷൻ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ എന്തായാലും അതിന്റെ പ്രോസസ്സ് കൃത്യമായിട്ട് നടന്നതിന്റെ ആ ഒരു രീതി വളരെ മികച്ച രീതിയിലാണ് നമ്മുടെ ആ ഒരു കംപ്ലീറ്റ് ടീം യൂണിറ്റിലേക്ക് എത്തിയിരിക്കുന്നത്. അതിന്റെയൊക്കെ ഭാഗമായിട്ട് രാജസ്ഥാൻ റോയൽസിന്റെ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് കോച്ചായ AT രാജാമണി എത്തിയിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു കൾച്ചർ, ആ ഒരു IPL-ലാണെങ്കിലും ഇന്റർനാഷണൽ ലെവലിലൊക്കെ നടക്കുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, ആ ഒരു പ്രിപ്പറേഷൻ എങ്ങനെയാണ്, അതൊക്കെ ഒരുപാട് നമ്മുടെ പ്ലേയേഴ്സിനൊക്കെ വളരെ അടുത്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് വേണം പറയാൻ. കൂടാതെ അശ്വിൻ, സഞ്ജുവും അശ്വിനും ഒക്കെ വളരെ മികച്ച ആ ഒരു ബന്ധമുള്ള പ്ലേയേഴ്സാണ്. അശ്വിനൊക്കെ ടീമിന്റെ കൂടെ ഇന്ററാക്റ്റീവ് സെഷനൊക്കെ വന്നിരിക്കുന്നു. എന്തായാലും ഈ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് വേണ്ടി കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് വേണ്ടി ഓപ്പൺ ചെയ്തു തന്ന ഓണർ സുഭാഷ് ജി, അദ്ദേഹത്തിന്റെയും ബേസിലിന്റെയും ഒക്കെ ആ ഒരു സൗഹൃദമാണ് ഇത്രത്തോളം യങ്സ്റ്റേഴ്സിനും കേരള ക്രിക്കറ്റിനുമൊക്കെ ഇനി ഭാവിയിൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ ഈ ഒരു പ്ലാറ്റ്ഫോം എത്തിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും വളരെയധികം ഗ്രേറ്റ്ഫുൾ ആയിരിക്കുന്നു. താങ്ക് യു സോ മച്ച്. നമസ്കാരം. ഏതാണ്ട് ഇതിന്റെ നമ്മുടെ ടീമിനെ കുറിച്ച് എല്ലാവരും പറഞ്ഞു. എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളൊരു കാര്യം, കേരള ക്രിക്കറ്റിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു മാറ്റം കഴിഞ്ഞ ഒരു സീസൺ കൊണ്ട് തന്നെ ഉണ്ടായ മാറ്റം, അതിന് ഒരു കുറച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷനും ക്രിക്കറ്റിനോടനുബന്ധിച്ച് നമ്മളെ പോലെ ഇതിന്റെ ചുറ്റുമുള്ള കുറച്ച് ആൾക്കാരുടെ ഏറ്റവും വലിയ ആശങ്ക ബെഞ്ച് സ്ട്രെങ്ത് ഉണ്ടാക്കുക. നമ്മൾ സാധാരണ നോക്കുകയാണെങ്കിൽ അണ്ടർ 23 ആണ് ലാസ്റ്റ് ഏജ് കാറ്റഗറി.
അത് കഴിഞ്ഞാൽ നമ്മളൊരു 3-4 സീസൺ മുമ്പ് നമ്മുടെ ക്രീമായിട്ടുള്ള കുറച്ച് പിള്ളേർ ദുബായിലും ഗൾഫ് രാജ്യങ്ങളിലേക്ക് ജോലി തേടി പോയി. അപ്പൊ ബെൻ സ്ട്രെങ്ത് ഇല്ല രഞ്ജി ട്രോഫിക്കാണെങ്കിൽ. അപ്പൊ ഇങ്ങനെ കുറെ ചിന്തകൾ വന്ന് എന്ത് ചെയ്യും, പല സ്കീമുകൾ ഓടിച്ചിരുന്നു, ഒരു ടാലന്റ് സ്കൗട്ടിങ്, പലതും വലിയ രീതിയിൽ ടേക്ക് ഓഫ് ആയില്ല. അതെല്ലാം കഴിഞ്ഞ് KCL ലോഞ്ച് ആവുന്നു, ഒരു മാസ്റ്റർ സ്ട്രോക്ക്. അത് എനിക്ക് തോന്നുന്നു ഈ KCL ലോഞ്ച് ആയതാണ്. കാരണം കഴിഞ്ഞ സീസൺ KCL ലോഞ്ച് ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ ലേലത്തിന് കുറച്ച് ലിസ്റ്റ് ഉണ്ടായിരുന്നു. ആ ലിസ്റ്റിൽ നിന്ന് നമ്മൾ ലേലം എല്ലാം കഴിഞ്ഞ്, ഓപ്ഷൻ എല്ലാം കഴിഞ്ഞ്, ടീം മാച്ചസ് കഴിഞ്ഞു. അതിനുശേഷം ഉണ്ടായ മാറ്റം നമുക്ക് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പറ്റുന്നതിനും ഉപരിയാണ്. കാരണം ക്ലബ് ക്രിക്കറ്റ് എന്ന് ഒരു പലപ്പോഴും എല്ലാവരും പറയുന്ന ഡൈയിങ് ഒരു സാധനമായിരുന്നു ക്ലബ് ക്രിക്കറ്റ്. ആ ക്ലബ് ക്രിക്കറ്റ് വല്ലാണ്ട് ഉണർന്നു. കാരണം ഓപ്ഷനിലേക്ക് വരണമെങ്കിൽ ക്ലബിൽ പോയി കളിക്കണം, ക്ലബിൽ പെർഫോം ചെയ്യണം. അതുകൊണ്ട് ക്ലബ് ക്രിക്കറ്റ് ഉണർന്നു, ക്ലബ്ബുകൾ ഉണർന്നു. ക്ലബ് ടൂർണമെന്റ്സ് എല്ലാം ഡൈയിങ് ആയിരുന്നു, പല ടൂർണമെന്റ്സ് നിന്നുപോയിരുന്നു. അപ്പൊ ക്ലബ്ബ് ടൂർണമെന്റ്സ് നടത്താനുള്ള ആവേശം പലർക്കുമായി വരുന്നു. അങ്ങനെ ഒരു ചെയിൻ ഓഫ് ആക്ടിവിറ്റീസ് കേരള ക്രിക്കറ്റിൽ വന്ന് അതിനുശേഷം ഇപ്പോൾ ഈ സീസൺ നോക്കുകയാണെങ്കിൽ നമ്മുടെ നെറ്റ് ബോളിങ്ങിന് വേണ്ടി തന്നെ വരുന്ന കുട്ടികൾ എത്രത്തോളം റിക്വസ്റ്റ്. അപ്പോൾ നമ്മുടെ ഈ സീസണിൽ നമ്മൾ കുറേ യങ്സ്റ്റേഴ്സിനും അതോടൊപ്പം ഓപ്ഷനിൽ കിട്ടാണ്ട് പോയ അങ്ങനെ പലർക്കും നമ്മുടെ നെറ്റ് ബോളേഴ്സായിട്ട് നമ്മുടെ കൂടെ നമ്മുടെ ടീമിന്റെ ഒപ്പം ക്യാമ്പിൽ ഉടനീളം ഉണ്ടായിരുന്നു. അപ്പൊ ഇവർക്ക് കിട്ടുന്ന എക്സ്പോഷർ, ഇപ്പം നേരത്തെ റേഫി പറഞ്ഞ പോലെ അശ്വിൻ നമ്മുടെ ഒരു സെഷൻ ചെയ്യാൻ വന്നിരുന്നു. AT രാജാമണി എന്ന സഞ്ജുവിന്റെ ഉറ്റ സുഹൃത്തും ട്രെയിനറുമാണ്. അദ്ദേഹം സഞ്ജുവിൽ കൂടെ നമ്മുടെ അടുത്ത് വന്ന അടുത്ത സെഷൻസ്. അപ്പൊ ഇതെല്ലാം ഒരു ഐ ഓപ്പണർ ആയിട്ട് പലർക്കും വന്നു. അപ്പൊ ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ കേരള ക്രിക്കറ്റിലേക്ക് വരുന്നു. അപ്പൊ കേരള KCയുടെ ആ ഒരു തീരുമാനം എത്രത്തോളം നല്ല, നമുക്കറിയാം വിഘ്നേഷിന്റെ എല്ലാം കഥകളെല്ലാം അറിയാം. വരും കാലങ്ങളിൽ ഇപ്പൊ സഞ്ജു സാംസൺ ഈ സീസൺ കളിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെയുള്ള ആ ഒരു മൂഡ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ആ ഒരു ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഇമ്പാക്ട് നമ്മുടെ ടീമിൽ മാത്രമല്ല മൊത്തം ബാക്കി ടീമുകളിലും. അപ്പോൾ ഇത് ഒരു നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ഇപ്പൊ സഞ്ജു കൂടെ നമ്മുടെ കൂടെ ചേരുമ്പോൾ എനിക്ക് തോന്നുന്നു KCL ഇനിയും വളർന്നുകൊണ്ടിരിക്കുന്നു. സുഭാഷ് ജിയെ പോലത്തെ ഓണേഴ്സ് നമ്മുടെ കൂടെ കഴിഞ്ഞ സീസൺ ഉണ്ടായിരുന്നു. ഇക്കൊല്ലം അദ്ദേഹം ആണ് ഇതിൽ കട്ടയ്ക്ക് നമ്മളോട് തുടക്കം തൊട്ടേ പറഞ്ഞു സഞ്ജു നമുക്കാണ് എന്ന് പറഞ്ഞു തുടങ്ങിയ ഒരു ഓപ്ഷൻ പ്ലാനിങ് ആയിരുന്നു. സഞ്ജുവും നമുക്ക് വരുന്നു. അപ്പൊ എല്ലാം കൊണ്ടും നമ്മുടെ ടീമും നല്ല രീതിയിൽ വരുന്നു, കേരള ക്രിക്കറ്റും നല്ലോണം ഉണർന്നു വരുന്നു. അതുകൊണ്ട് KCL ഇനിയും ഉയരത്തിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ പോലെ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ്. അതുകൂടെ ലഭിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ക്രിക്കറ്റ് ഇനിയും ഉയരങ്ങളിലേക്ക് വരും. താങ്ക് യു. താങ്ക് യു എവരിവൺ. നമുക്ക് അടുത്തതായിട്ട് ടീം ജേഴ്സി ലോഞ്ചും ടീം വെബ്സൈറ്റ് ലോഞ്ചുമാണ്. അപ്പോൾ ജേഴ്സി ലോഞ്ച് ചെയ്യാനായി ടീം ഓണർ സുഭാഷ് മാനുവൽ, ക്യാപ്റ്റൻ സലി സാംസണും വൈസ് ക്യാപ്റ്റൻ സഞ്ജു സാംസണും ജേഴ്സി സമർപ്പിക്കുന്നതായിരിക്കും. താങ്ക് യു. ഒഫീഷ്യൽ വെബ്സൈറ്റ് ലോഞ്ച് ആണ്, അത് ഒരു ഓഡിയോ വിഷ്വലായിട്ട് നിങ്ങൾക്കുണ്ടാവും.
താങ്ക് യു. ഇനി ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ സൈഡിൽ നിന്ന്. പ്രതീക്ഷിക്കാൻ ചേട്ടാ. ഉറപ്പായിട്ടും വലിയ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് തന്നെയാണ്. കുറച്ച് ദിവസങ്ങളായി മാച്ചസ് കളിച്ചിട്ട്. അപ്പോൾ IPL കഴിഞ്ഞിട്ട് വലിയ കോമ്പറ്റീറ്റീവ് ഗെയിംസ് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇങ്ങനെ അത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു ടൂർണമെൻറ്റ് നടക്കുമ്പോൾ ഒരു ഏഷ്യ കപ്പിന് മുമ്പായിട്ടുള്ള നല്ലൊരു പ്രിപ്പറേഷന് ഹെൽപ്പ് ചെയ്യാൻ തോന്നുന്നു. പിന്നെ അത്രേ ഉള്ളൂ. എന്ത് പറയാം, നമ്മുടെ ഭയങ്കര സീക്രട്ട് ഇതുവരെ വിട്ടിട്ടില്ല പുറത്ത്. നമ്മുടെ ടീം കോമ്പിനേഷൻ നമ്മളിങ്ങനെ പുറത്ത് വിടാറില്ലെന്നാണ് നമ്മുടെ ഓണർ സുഭാഷ് ഭായ് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഇല്ലേ, അതൊരു സർപ്രൈസ് ആയിട്ട്. ഇല്ല ചേട്ടാ, നമ്മളെന്തായാലും നല്ലൊരു കോമ്പിനേഷനാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് മനസ്സിലായെന്ന് വെച്ചാൽ ഒരു പ്ലെയറിന് ഇത്രയും വലിയൊരു പേഴ്സ് എമൗണ്ട് ചിലവാക്കിയിട്ടും ഒരു നല്ലൊരു ബാലൻസ് ടീം എടുക്കാൻ പറ്റിയ നല്ല പ്രിപ്പറേഷൻ ആയിട്ട് ഞാൻ കരുതുന്നു. നമ്മൾ നല്ലൊരു എക്സ്പീരിയൻസ്ഡ് സപ്പോർട്ടിംഗ് സ്റ്റാഫിനെ നമ്മൾ ഇപ്രാവശ്യം ടീമിന്റെ കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഈ ടീം കോമ്പിനേഷനിൽ കാണുന്നത്. അപ്പോൾ കഴിഞ്ഞ 10-14 ദിവസമായിട്ട് ടീം എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോച്ചസും ക്യാപ്റ്റനും ഞാനും എല്ലാവരും കൂടെ ചേർന്നിട്ട് മനസ്സിലാക്കുന്നുണ്ട് ആരൊക്കെ ഇവിടെ ഏത് കോമ്പിനേഷനിൽ ഇറക്കി വിടണമെന്നാണ്. പിന്നെ T20 ആകുമ്പോൾ അങ്ങനെ ബാറ്റിംഗ് ഓർഡർ വലുതായിട്ട് ഒരു ഫിക്സ്ഡ് ബാറ്റിംഗ് ഓർഡർ ഉണ്ടാവാറില്ലല്ലോ. ഒരു മാച്ചിനനുസരിച്ച് കോമ്പിനേഷൻ അനുസരിച്ച് നമ്മൾ ഫ്ലെക്സിബിൾ ആയിരിക്കണം എന്നാണ് നമ്മുടെ ഒരു ടീമിന്റെ ഒരു ഡിസിഷൻ. അതെ അതെ, അവര് കണ്ടിട്ട് താടിയൊക്കെ വളർന്നിട്ടുണ്ട്. അവര് നല്ല രീതിയിൽ മുടിയൊക്കെ നരച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഇനി കണ്ടറിയാം. ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ എൻ്റെ ഒരു വിശ്വാസം എന്ന് വെച്ചാൽ നമ്മൾ രണ്ടുപേരും ഒന്നിച്ചാണ് കളിച്ച് വളർന്നത്. അപ്പോൾ 5ാം വയസ്സിൽ നമ്മൾ ഒന്നിച്ചാണ് പ്രാക്ടീസ് ചെയ്യലും ക്രിക്കറ്റ്. ചേട്ടൻ്റെ കുറേ ബോളിംഗ് എറിഞ്ഞ് തന്നുകൊണ്ടാണ് എൻ്റെ ബാറ്റിംഗ് നന്നായെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. തിരിച്ച് വലുതായിട്ട് എറിഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പോൾ എൻ്റെ ബാറ്റിംഗ് കഴിഞ്ഞാൽ ഞാൻ തളർന്നെന്നൊക്കെ പറയും, തിരിച്ച് ബോളിംഗ് എറിഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പോൾ എൻ്റെ ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു വിശ്വാസം എന്ന് വെച്ചാൽ എന്നെപ്പോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ എന്നെക്കാട്ടിയും കുറച്ചുകൂടെ ഹാർഡ് വർക്ക് ചെയ്ത ഒരു ക്രിക്കറ്ററാണ്. അപ്പോൾ എല്ലാവരുടെയും ജേർണി ഭയങ്കര ഡിഫറെന്റ് ആണ്. എല്ലാവർക്കും സക്സസും ലൈം ലൈറ്റും കിട്ടുന്നത് പല സ്റ്റേജസിലാണ്. അപ്പോൾ ഈ ഒരു സംഭവം ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ചേട്ടന് ക്രിയേറ്റ് ആയി വന്നതിൽ വലിയ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുന്നു. പിന്നെ നമ്മൾ വീട്ടിലും എല്ലാവർക്കും നമ്മുടെ കൂടെ കളിച്ച് വളർന്ന കുറെ ഫ്രണ്ട്സിനും അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും വലിയ സന്തോഷമാണ്. പിന്നെ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യണം. ചേട്ടൻ ആസ് ഒരു ക്യാപ്റ്റൻ, ഒരു ലീഡറായിട്ട് കണ്ടിട്ടുണ്ട്, ഒരു ടീമിൽ സീനിയർ പ്ലെയർ ആയിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു ക്യാപ്റ്റനായിട്ട് ഞാൻ ഇതുവരെ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എനിക്കുണ്ട്. അപ്പോൾ ഞാൻ ഒരു വൈസ് ക്യാപ്റ്റൻ ആകുമ്പോൾ ഒരു ചെറുതായിട്ട് അങ്ങോട്ട് പോയി എന്തെങ്കിലുമൊക്കെ പറയുകയും ചെയ്യാമല്ലോ. അപ്പോൾ എന്തായാലും വൈസ് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സുഖമുള്ള പരിപാടിയാണ്. എല്ലാം ക്യാപ്റ്റന്റെ തല ഇട്ടാൽ മതി. പുള്ളി എന്തോ തീരുമാനം തെറ്റിപ്പോയെന്നൊക്കെ പറയാമല്ലോ. അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷമായിട്ട് കാത്തിരിക്കുന്നു. അപ്പോൾ നല്ല ഫൺ ഫീൽഡ് ആയിട്ടുള്ള ഒരു ടൂർണമെന്റ് ആയിരിക്കും. ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കുറെ കൂടെ കളിച്ച കൂട്ടുകാര്, കൂടെ കളിച്ച കുറെ അനിയന്മാര്, കുറെ ചേട്ടന്മാര് എല്ലാവരും ഒത്തുചേർന്ന് ഒന്ന് കളിക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് ഞാൻ ഈ KCL കാണുന്നത്. അപ്പോൾ ആ ഒരു സന്തോഷമുണ്ട്. മാക്സിമം എൻജോയ് ചെയ്യണം, മാക്സിമം ഫൺ മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യണമെന്നാണ് ഞങ്ങൾ രണ്ടുപേരുടെയും ആഗ്രഹം. കമന്റ് എന്ന് പറയാൻ എനിക്കും വളരെയധികം സന്തോഷമുണ്ട്. ഈ പറഞ്ഞ ക്യാപ്റ്റൻസി ചെയ്യുക, സഞ്ജു വൈസ് ക്യാപ്റ്റൻ ആവുക, അറിയില്ല, സന്തോഷമാണ്, എക്സൈറ്റഡ് ആണ്, നോക്കുന്നുണ്ട്. ലുക്കിംഗ് ഫോർവേഡ് ഫോർ ദ ടൂർണമെന്റ്.